ഗായ്സ്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും സുക്കുമ്പിയോടെയും പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് കരിമ്പൻ ജ്യൂസിൻ്റെ ആൾ വന്നെന്നും പറഞ്ഞു. സുക്കുമ്പിക്ക് അത് വേണമെന്ന് അവന് ബഹളമായത്. എന്നാൽ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചേട്ടൻ വന്നേ ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് പിള്ളേരും ആൾക്കാരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് കുടിച്ചിട്ട് പോയി, കുറച്ച് പേര് കുടിക്കാൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. കുടിക്കാൻ വേണ്ടി ലിസ്റ്റ് കൊടുക്കുന്ന വേറെ ആരുമില്ല കേട്ടോ, ഈ കുഞ്ഞു മക്കളാണ് കേട്ടോ. ഇവന്മാർ കളിച്ചിട്ട് ക്ഷീണിച്ചിട്ട് എന്നാൽ കരിമ്പൻ ജ്യൂസ് കുടിക്കാം എന്ന രീതിയിൽ എണ്ണിപ്പങ്കിട്ട് നിൽക്കുവാണ്. ഇത്ര വേണമെന്ന് ഈ ചേട്ടനാട്ടോ ഇവരുടെ കരിമ്പൻ ജ്യൂസ് കൊണ്ടുതന്നെ ആൾ. നമ്മളിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് മുതൽ കുടിക്കേണ്ടതാണ്. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ എനിക്കിത് കുടിക്കുമ്പം ഒരു ടേസ്റ്റായിട്ട് തോന്നില്ല. പക്ഷേ ഇപ്പം സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരമുണ്ട്, പിന്നെ നല്ല തണുപ്പും ചൂടായതുകൊണ്ട് ഐസും കൊണ്ടുവരും. ഐസ് വേണ്ടവർക്ക് ഐസ് ഇട്ട് കൊടുക്കും, വേണ്ടാത്തവർക്ക് സാധാ കൊടുക്കും. പക്ഷേ ഐസ് ഇട്ട് കുടിക്കുമ്പോൾ പൊളിയാട്ടോ. ഞാൻ വിചാരിച്ചത് ഒരു കുപ്പിയിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ 100 രൂപ, ഇത് ഒരെണ്ണത്തിന് 15 രൂപയാണ്. അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇക്കാക്കും കൊടുക്കാമെന്നിട്ടാണ് അങ്ങനെ വാങ്ങിക്കുന്നത് വിചാരിച്ചു. പക്ഷേ ഇക്കാക്ക് 9 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. 9 മണി വരെ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ ആ ജ്യൂസ് ഇരിക്കില്ല. ഞാനും സുഖം തന്നെ കുടിച്ച് തീർക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റിലായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷൻ വന്നത്. പിന്നെ നമ്മളിതൊക്കെ കുടിച്ചിട്ട് നേരെ വെള്ളം എടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും മഴ പെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചുമ്മാ ഒരൊറ്റ പെയ്ത്ത് അങ്ങ് പെയ്തു. അല്ലാതെ നനയാൻ പാകത്തിനോ നമുക്ക് തണുപ്പ് കിട്ടാൻ പാകത്തിനൊന്നുമല്ല, ചുമ്മാ അങ്ങ് പെയ്തു. അപ്പോൾ ഞാനും സുക്കുമ്പയും കൂടെ നേരെ വീട്ടിലോട്ട് പോന്നിട്ട് നമ്മൾ അവിടെ കുറേ നേരം പാൽക്കടിയിൽ പോയി വാ പൊളിച്ച് നിന്നു. കളിക്കാൻ വേണ്ടിയിട്ടാണ് സുക്കുമ്പി ഇരുന്നത്, പക്ഷേ കളിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ച് നമ്മളിത് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.